ക്ലാസ് 5. എടാ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും 100% മിസ് എഴുതി തരാം 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ളത്. സോ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വരിക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്തോളൂ. എന്നിട്ട് ഇപ്പൊ തന്നെ പോസ് ചെയ്തിട്ട് താഴെ ഒരു യെല്ലോ ഹാർട്ട് കൂടി കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The tree invited the man to sit down and take rest on its stem. The man did so and started thinking about the tree. What would be his thoughts? അപ്പോൾ നമ്മുടെ The Giving Tree എന്നുള്ള ചാപ്റ്ററിൽ അവസാനം നമ്മുടെ മരത്തിന്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ വരുന്നുണ്ടല്ലേ നമ്മുടെ മാൻ. അവസാനം ആരും ഇല്ലാത്ത സമയത്ത് ആ മരത്തിന്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യാണ്, ആശ്രയിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളും കുഞ്ഞായിരുന്ന സമയത്തും മാൻ ആയിരുന്ന സമയത്തും ഒക്കെ നമ്മുടെ മരത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൂഷണം ചെയ്ത കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. സോ അദ്ദേഹം ചിന്തിക്കാൻ ചാൻസ് ഉള്ള ചിന്തകൾ, ഇതാണ് നമ്മളോട് തോട്ട്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ തോട്ട്സ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്താ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വേണ്ട ആലോചിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. ആ ക്യാരക്ടർ ആ ഒരു സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആലോചിക്കുക. പിന്നെ തോട്ട്സ് റൈറ്റിംഗ് എപ്പോഴും പ്രസന്റ് ടെൻസിലും ആവണം കേട്ടോ. പ്രസന്റ് ടെൻസിലും ആകണം. കാരണം ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഓൾറെഡി നടന്ന കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കാം, പക്ഷെ ആ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അത് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. സോ ആ ഒരു ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ആയിരിക്കണം, പ്രസന്റ് ടെൻസ് ആയിരിക്കണം ആൻഡ് കൺവേ ദ റൈറ്റ് ഇമോഷൻ ഓഫ് ദ ക്യാരക്ടർ. അപ്പൊ ക്യാരക്ടർ സന്തോഷമാണെങ്കിൽ സന്തോഷമായിട്ടല്ലേ തിങ്ക് ചെയ്യുക, സങ്കടമാണെങ്കിൽ സങ്കടമായിട്ടല്ലേ തിങ്ക് ചെയ്യുക. അല്ലാതെ സങ്കടമാകുമ്പോൾ ഹേയ് അടിപൊളി അടിപൊളി ഞാൻ സൂപ്പർ ആണ് എന്ന് തിങ്ക് ചെയ്യോ? ഇല്ല അല്ലെ. സോ അവരുടെ കറക്റ്റ് ഇമോഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം. ആൻഡ് ഇൻക്ലൂഡ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റോറിയിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചിന്തകളിൽ. ആൻഡ് യൂസ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആൻഡ് ബ്രോക്കൺ സെന്റൻസസ്. എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആശ്ചര്യചിഹ്നമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇമോഷൻ, ആ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രോക്കൺ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 കുത്തിടുന്ന സെന്റൻസിനെയാണ് നമ്മൾ ബ്രോക്കൺ സെന്റൻസ് എന്ന് പറയുന്നത്. സോ ബ്രോക്കൺ സെന്റൻസുകളും അതുപോലെ തന്നെ നമ്മുടെ സർപ്രൈസ്ഡ് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തോട്ട്സിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാനിന്റെ തോട്ട്സിലേക്ക് അല്ലെങ്കിൽ ചിന്തകളിലേക്ക് നമുക്ക് പോയാലോ. The tree is very special to me. ഈ ട്രീ എനിക്ക് വളരെ സ്പെഷ്യൽ ആണ്. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ? It gave me everything I needed over the years. ഈ വർഷങ്ങളായിട്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, ഈ ട്രീ എനിക്ക് നൽകിയിട്ടുണ്ട്. Its leaves, its fruits, its branches and even its trunk. അതിന്റെ ഇലകള്, പഴങ്ങള്, അതിന്റെ ചില്ലകള് ആൻഡ് ഈവൻ അതിന്റെ ട്രങ്ക്, അതിന്റെ സ്റ്റമ്മ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി അത് നൽകിയിട്ടുണ്ട്. I took so much from it but I never truly realized how much it was giving. ഞാൻ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി എടുത്തു, but I never realized how much it was giving. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എത്രത്തോളം അത് എനിക്ക് വേണ്ടി തരുന്നുണ്ട്, അത് എത്രത്തോളം അതിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നത് എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ തിരിച്ചറിയുക, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് നൗ സിറ്റിംഗ് ഓൺ ദ സ്റ്റെം ഐ ഫീൽ എ മിക്സ് ഓഫ് ഗിൽട്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഒരു സ്റ്റെമ്മിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഐ ഫീൽ എ മിക്സ് ഓഫ് ഗിൽട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഗിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കുറ്റബോധവും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താടാ, നന്ദിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറ്റബോധം എന്തുകൊണ്ടാ, ആ മരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിയില്ലേ, എന്നിട്ട് ആ മരത്തിനെ കെയർ ചെയ്തോ? ഇല്ല. തിരിച്ചെന്തെങ്കിലും നൽകിയോ? ഒന്നും നൽകിയിട്ടില്ല. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനാ, മരത്തിനോട് ഒരു നന്ദി, ഒരു താങ്ക്ഫുൾനെസ് തോന്നുകയാണ്. And I see how much the tree sacrificed for me and I feel sorry that I never appreciated it enough. I see how much the tree sacrificed for me. എനിക്ക് വേണ്ടി എത്രത്തോളം ഈ ട്രീ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. and I feel sorry that I never appreciated it enough. എനിക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, അതിന് വേണ്ട രീതിയിൽ ഞാൻ അതിനെ പരിഗണിച്ചിട്ടില്ല എന്നാലോചിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് അതിനോട് പാവം തോന്നുന്നു, എനിക്ക് സങ്കടാവുന്നു. It always there and asking for nothing in return, always willing to help. ആ ഒരു മരം എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, എപ്പോഴും അത് willing ആയിരുന്നു to help me. എപ്പോഴും അത് തയ്യാറായിരുന്നു. willing ആവുക എന്ന് പറഞ്ഞാൽ എന്താ, തയ്യാറാവുക.
എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും തയ്യാറായിരുന്നു. ആൻഡ് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് ഹൗ സ്പെഷ്യൽ ദ ട്രീ റിയലി വാസ്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം സ്പെഷ്യലാണ് ഈ ഒരു ട്രീ എനിക്ക് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എൻ്റെ മക്കൾക്ക് ഈ ഒരു തോട്ട്സ് എഴുതാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷന് ശേഷമുള്ള ചാപ്റ്ററിൽ നിന്നാണ് മിസ് അത് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മുടെ വീഡിയോ ഒരുപാട് ലൈക്ക്, കുറച്ച് ലൈക്കല്ല ഒരുപാട് ലൈക്ക് ഇടാം. പിന്നെ ഈ തോട്ട്സ് റൈറ്റിംഗ് തന്നെ ഈ ഒരു കാര്യം ഡയറി ആയിട്ട് ചോദിച്ചാലും എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡേറ്റും ഡേയും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡയറിയും ആയിട്ടോ സെയിം കാര്യം തന്നെ എഴുതിയാൽ മതി കേട്ടോ എൻ്റെ മക്കൾ. സോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ യൂസ് ചെയ്യാം. ഫോർമാറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. സോ അങ്ങനെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതാ എന്നും നമ്മുടെ എജു പോർട്ടലിൽ ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.